തുടർന്ന് നിസാം ഇവിടെ ഇപ്പോൾ ഇനി പറഞ്ഞ എക്സിറ്റ് പോളുകൾ എന്ന് പറഞ്ഞാൽ എടുക്കുന്ന സാമ്പിളുകൾ വളരെ ചെറുതാണ്. ഇത്രയും കോടി മനുഷ്യർ വോട്ട് ചെയ്തതിൽ ഏതാനും കുറച്ച് മാത്രം അതിൻ്റെ ദശാംശം മാത്രം ആളുകളുടെ സാമ്പിൾ നടത്തുന്ന ഈ എക്സിറ്റ് പോളുകൾ കാര്യമായി ഓതന്റിക് ആണോ ചോദിച്ചാൽ അല്ല എന്ന് കൃത്യമായി പറയാം. പക്ഷേ ഇത് കാലാകാലങ്ങളിലുള്ളതാണ്. അതൊരു ദിശാസൂചന നൽകാറുണ്ട്. 2004 36 പൊളിഞ്ഞ ഒരു ചരിത്രമൊക്കെ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഇതൊരു ദിശയാണ്, ഇതൊരു ദിശാസൂചികയാണല്ലോ. ഈ എക്സിറ്റ് പോളുകൾ പറയുന്നത് സത്യമാണെങ്കിൽ ഇതുവരെ ചരിത്രത്തിലാദ്യമായി അല്ലെങ്കിൽ മോദിയുടെ ഉദയത്തിന് ശേഷം ചരിത്രത്തിലാദ്യമായി പ്രതിപക്ഷം ഇരുമനസ് എന്നുള്ളത് മാറ്റി ഒരേ മനസ്സോടുകൂടി ഗ്രൗണ്ടിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടും ഇതാണ് അവസ്ഥയെങ്കിൽ BJP ചെറുക്കാൻ NDA ചെറുക്കാനുള്ള മാർഗങ്ങൾ ഇതൊന്നുമല്ല എന്നല്ലേ ഇതിരുന്ന സൂചന? ശ്രീ നിസാം സെയ്ദ്. രാജ്യം വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു ഘട്ടമാണിത്. രാജ്യത്ത് വിലക്കയറ്റം എല്ലാ കാലത്തെയും എല്ലാ സീമകളെയും ലംഘിച്ച് മുന്നോട്ട് പോകുന്നു. തൊഴിലില്ലായ്മ കഴിഞ്ഞ 45 വർഷക്കാലത്തിനിടയിലെ ഏറ്റവും വലിയ നിരക്കിലെത്തിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷ എന്നത് വനിതാ ഗുസ്തി താരങ്ങളുടെയൊക്കെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ ഒരു ആക്ഷേപഹാസ്യമായി മാറിയിരുന്നു. ഇങ്ങനെ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഒട്ടേറെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഈ സമയത്തും BJPക്ക് തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ് എന്ന് നാം വളരെ സസൂക്ഷ്മമായി പരിശോധിക്കാനേ വേണം. ഈ പ്രതിസന്ധികളെയൊക്കെ അപ്രസക്തമാക്കുന്ന ഒരു നേതാവാണ് നരേന്ദ്രമോദി എന്ന ഞാൻ പറയും അതൊരു വ്യാജ ബിംബം സൃഷ്ടിക്കാൻ BJPക്ക് കഴിയുന്നത് കൊണ്ടാണ് BJP തെരഞ്ഞെടുപ്പുകളെയൊക്കെ അതിജീവിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. അല്ല, ഞാൻ ചോദിക്കുന്നത് വ്യാജ ബിംബങ്ങളെ പൊളിക്കാൻ കഴിയണ്ടേ? ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ദൗത്യം എന്താണ്? അത്തരം ബിംബങ്ങളെ പൊളിക്കുക എന്നുള്ളതാണ്. ശ്രീ നിസാം സെയ്ദ് ഓർത്തു നോക്കൂ, 5 വർഷം ഭരിച്ചു, അതിനുശേഷം 5 വർഷം കൂടി ഭരിച്ചു. ഈ പറയുന്ന ഒരുപക്ഷെ താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഈ 2014 19 ഒന്നും ഗ്രൗണ്ടിൽ പോകുമ്പോൾ വിലക്കയറ്റം എന്ന വാക്കോ അല്ലെങ്കിൽ തൊഴിലില്ലായ്മ എന്ന വാക്കോ അല്ലെങ്കിൽ പരിവർത്തനം എന്ന വാക്കോ ഒന്നും കേൾക്കാൻ കഴിയാതിരുന്നതിന് വ്യത്യസ്തമായി ചരിത്രത്തിലാദ്യമായെന്ന് വേണമെങ്കിൽ പറയാം ആ ഗ്രൗണ്ടിൽ അത് കേട്ടൊരു തെരഞ്ഞെടുപ്പാണ്. ആ ഗ്രൗണ്ടിൽ അത് ഇപ്പോൾ ജോലിയില്ലാത്തതിൽ കടുത്ത അമർഷം രേഖപ്പെടുത്തിയവർ പോലും പോയി നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യുന്നുവെങ്കിൽ നരേന്ദ്രമോദിയുടെ ഒരു മാജിക്കുണ്ട് നിസാം സെയ്ദ്. അത് പ്രതിപക്ഷ സഖ്യത്തിന് ഏത് രീതിയിൽ അഡ്രസ് ചെയ്യണമെന്ന് മനസ്സിലാവുന്നേയില്ല എന്നല്ലേ? അതിന് 2 കാര്യങ്ങളുണ്ട് ഹഷ്മി. ഒന്ന്, നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രൈമറി ആയിട്ട് വേണ്ടത് ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡാണ്. ആ ലെവൽ പ്ലേയിങ് ഫീൽഡ് എന്ന് പറയുന്നത് ഉറപ്പ് വരുത്തേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ്, ജുഡീഷ്യറിയാണ്, ഇന്ത്യയിലെ മാധ്യമങ്ങളാണ്, സിവിൽ സൊസൈറ്റിയാണ്. ഇവിടെ BJP അധികാരത്തിലെത്തിയ പിന്നെ വളരെ സ്വാഭാവികമായി അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഈ സ്ഥാപനങ്ങളെയെല്ലാം അവരുടെ എത്തിക്കുക എന്നുള്ളതാണ്. ഇലക്ഷൻ കമ്മീഷന്റെ കാര്യം നമുക്കറിയാം. ഇലക്ഷൻ കമ്മീഷൻ വളരെ ബ്ലേറ്റന്റ് ആയ കോഡ് ഓഫ് കോണ്ടക്റ്റിന്റെ വയലേഷൻ നടന്നിട്ട് പോലും നരേന്ദ്രമോദിക്ക് ഒരു നോട്ടീസ് അയക്കാൻ പോലും ധൈര്യമില്ലാത്ത ഇലക്ഷൻ കമ്മീഷനാണ് ഇന്ത്യയിലുള്ളത്. വർഗീയ പ്രചരണം നടത്തിയതിന് ഇന്ത്യയിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ നിരോധിച്ച അവരുടെ ഇലക്ഷൻ റദ്ദ് ചെയ്ത സംഭവങ്ങളൊക്കെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നരേന്ദ്രമോദി ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിയ പ്രചരണങ്ങൾ വർഗീയ വിദ്വേഷം വമിപ്പിക്കുന്നതായിരുന്നു സ്വാഭാവികമായി എല്ലാവർക്കും അറിയാം. അതിനെ ഒന്ന് കണക്കിലെടുക്കാൻ പോലുമുള്ള ഒരു മനസ്ഥിതിയോ ഒരു സൗകര്യമോ അതിനുള്ള സ്വാതന്ത്ര്യമോ ഒരു ഇലക്ഷൻ കമ്മീഷനല്ല ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് നമുക്കറിയാം. ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം, ആ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ബാഡ് അഡ്വർടൈസ്മെന്റ് ആയിരുന്നു ഈ ഇലക്ഷൻ. ഏതാണ്ട് 2-3 മാസക്കാലത്തോളം പരന്നു കിടന്ന കൃത്യമായ കണക്കുകൾ നൽകാൻ കഴിയാത്ത ഇതൊക്കെ പറയുമ്പോഴും ഇതൊക്കെ ശരി, ഇതൊക്കെ 100% തെറ്റ് എന്ന് ഞാൻ പറയില്ല. അതിൽ ശരികളുണ്ടെന്ന് പറയുമ്പോഴും ശ്രീ നിസാം സെയ്ദ് ഇതിൽ സംഭവിക്കുന്നത് എന്താണ്? ആത്യന്തികമായി ജനം പോയി വോട്ട് ചെയ്യുന്നതാണ് കാരണം. ഇതൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ പറയുമ്പോഴും ആത്യന്തികമായി ജനം പോയി BJPക്ക് വോട്ട് ചെയ്യുന്നതുകൊണ്ടാണ് BJP ജയിക്കുന്നത് എന്ന് സംബന്ധിച്ചാൽ തന്നെ. ശരി, ഞാൻ തിരികെ വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.